ഇന്നൊരു ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായി ചിക്കനാണ് ആവശ്യം. ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ കഴുകി 2, 3, 4 പ്രാവശ്യം കഴുകി മാറ്റി വെക്കുക. പിന്നീട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വലിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് വറുത്ത് കോരി എടുക്കണം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്ത് കോരി എടുക്കുന്നത്. പിന്നീട് വേണ്ടത് മസാലകളാണ്. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, 2-3 ടീസ്പൂൺ തൈര്, പിന്നീട് ചേർക്കുന്നത് വലിയ വെളുത്തുള്ളി, ഇഞ്ചി നല്ല പേസ്റ്റ് പോലെ അരച്ചത് അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ഇതിൽ മല്ലിത്തലയും പുതിനയിലയാണ്. അത് നല്ലതുപോലെ വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ കഴുകി ചെറുതായി അരിഞ്ഞെടുക്കണം. ഈ മസാലകളിലേക്ക് വറുത്ത് വെച്ച വലിയ ഉള്ളി നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി അതിലേക്ക് ഇടുക. പിന്നെ അരിഞ്ഞ് വെച്ച മല്ലിത്തല, പുതിനയിലൊക്കെ ഇട്ട് കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്പി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. പാകിസ്ഥാനി ബസ്മതി അരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് അരി 5-10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് നല്ലതുപോലെ കഴുകി വാർക്കാൻ വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്നട്ടും മുന്തിരിയും വലിയ ഉള്ളിയും വറുത്ത് കോരിയെടുക്കണം. ആ പാനിലേക്ക് തന്നെ പെരുംജീരകം, ഏലക്ക, പട്ട, കറാമ്പൂവ്, ജാതിപത്രി എല്ലാം നല്ലപോലെ വറുത്തതിന് ശേഷം കഴുകി വെച്ച അരി അതിലേക്കിട്ട് വറുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ച് നല്ലപോലെ വറ്റിച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതിലേക്കിട്ട് 2-3 ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ വേവിച്ച് അതും വറ്റിച്ച് മാറ്റി വെക്കണം. പിന്നെ സാഫ്രോണാണ് ഇതിന് ഉപയോഗിക്കുക. സാഫ്രോണ് 3 ടീസ്പൂൺ വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം ചോറിടുക, പിന്നെ വേവിച്ച ചിക്കൻ ഇടുക. അതിനുശേഷം വറുത്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും വലിയ ഉള്ളിയും ചേർത്തതിന് ശേഷം സാഫ്രോണിൻ്റെ വെള്ളം ഒഴിച്ച് പുതിന, മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ചേർന്ന് നല്ലതുപോലെ അമർത്തി തട്ടായി ഇട്ടതിന് ശേഷം തവിയും കൊണ്ട് അമർത്തി അടച്ച് വെക്കുക. ദമ്മിടാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ദമ്മിടണമൊന്നുമില്ല. ഞാൻ പാനും കൊണ്ട് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. നല്ലതുപോലെ ചെറുതീയിൽ ഉപ്പത്ത് വെക്കണം. ചൂടായി കഴിഞ്ഞാൽ നല്ല മണം വരും. അപ്പോൾ നമുക്ക് ചെറുചൂട്ടോടൊക്കെ നമ്മുടെ ബിരിയാണി ഉപയോഗിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി പോലെ കഴിച്ചാൽ നല്ല ക്ഷീണമായിരിക്കും, പക്ഷെ ഇതിന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. സ്പൈസി കുറവല്ലേ. ഏതായാലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.